ഹായ് എവ്രി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ് ബയോളജിയിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബയോളജി ആൻഡ് ടെക്നോളജിയുടെ ലെറ്റസ് എസ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചാപ്റ്ററിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ കാണേണ്ടവർക്ക് വേണ്ടി ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും, കണ്ടു നോക്കൂ. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയി നോക്കിയാലോ. ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് റീകോമിനൻറ്റ് DNA ടെക്നോളജി ഈസ് കറക്റ്റ്? റീകോമിനൻറ്റ് DNA ടെക്നോളജിനെ കുറിച്ച് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. റെസ്ട്രിക്ഷൻ എൻസൈംസ് ആർ യൂസ്ഡ് ടു കട്ട് ദ DNA, അതെന്താണ്, കറക്റ്റാണ്. ലിഗേസ് എൻസൈം ജോയിൻ ദ കട്ട് DNA ഫ്രാഗ്മെൻറ്റ്സ് ടുഗെദർ, അതും കറക്റ്റാണ്. വെക്ടേഴ്സ് ആർ യൂഷ്വലി ബാക്ടീരിയൽ പ്ലാസ്മിഡ്സ്, അതും എന്താണ്, കറക്റ്റാണ്. വെൻ റീകോമിനൻറ്റ് DNA എൻറ്റേഴ്സ് എ ഹോസ്റ്റ് സെൽ ഇറ്റ് ഡസ് നോട്ട് റെപ്ലിക്കേറ്റ്, അത് റോങ് ആണ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്റ്റ് സെല്ലിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് റെപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. സോ ഇതിൽ ആൻസർ വരുന്നത് ബി ആണ്. 1, 2, 3 കറക്റ്റാണ്. ഓക്കെ, സോ ബി ആണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ എ, ബി ആൻഡ് സി ആൻഡ് ചൂസ് കറക്റ്റ് ഓപ്ഷൻ. A technology that joins together DNA segments from 2 or more different organisms. 2 or 3 ഡിഫറെൻറ്റ് ഓർഗാനിസത്തിൽ നിന്നുള്ള DNA സെഗ്മെൻറ്റ്സ് ജോയിൻ ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ്? അത് റീകോമിനൻറ്റ് DNA ടെക്നോളജിയാണ്, അല്ലേ? ദെൻ ബി എന്താണ്? ടെക്നോളജി യൂസ്ഡ് ടു ലൊക്കേറ്റ് ജീൻസ് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യുന്നത് ജീൻ മാപ്പിംഗ് ആണ്. ദെൻ സി എന്താ? എ ടെക്നോളജി യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ഇൻഡിവിജ്വൽസ് ബൈ അനലൈസിങ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ DNA. അത് ഏത് വെച്ചിട്ടാണ് ആൾക്കാരെ തിരിച്ചറിയാൻ? DNA ഫിംഗർ പ്രിൻറ്റിങ്. സോ ഇതിൽ ആൻസർ വരുന്നത് ഫസ്റ്റ് വൺ ആണ്. റീകോമിനൻറ്റ് DNA ടെക്നോളജി, ജീൻ മാപ്പിംഗ്, DNA ഫിംഗർ പ്രിൻറ്റിങ്. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഹോസ്റ്റ് സെൽ ഇൻ റീകോമിനൻറ്റ് DNA ടെക്നോളജി? അനലൈസ് ഹൗ ദിസ് ടെക്നോളജി വുഡ് ബി ലിമിറ്റഡ് ഇഫ് ദർ വേർ നോ ഹോസ്റ്റ് സെൽ. അപ്പോൾ ഹോസ്റ്റ് സെല്ലിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഈ DNA ടെക്നോളജി, റീകോമിനൻറ്റ് DNA ടെക്നോളജി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ ആൻസർ നോക്കാം. നോക്കൂ, തേർഡ് വൺ ആൻസർ. എ ഹോസ്റ്റ് സെൽ ഈസ് എസെൻഷ്യൽ ഫോർ റീകോമിനൻറ്റ് DNA ടു റെപ്ലിക്കേറ്റ് ആൻഡ് ഫങ്ഷൻ. വിത്തൗട്ട് എ ഹോസ്റ്റ് സെൽ റീകോമിനൻറ്റ് DNA cannot replicate its own. It would be unable to produce protein or perform gene editing. This would greatly limit the technology. അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യേണ്ട പീസിനെ എടുത്തിട്ട് വെക്ടറിൽ കയറ്റി കഴിഞ്ഞാലും ആ വെക്ടറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, തനിയെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിന് വേറൊരു സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടാലാണ്, കയറ്റി വിട്ടിട്ട് ആ ഹോസ്റ്റ് സെല്ലിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് ഈ റീകോമിനൻറ്റ് DNAയും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹോസ്റ്റ് സെല്ല് ഉണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഹോസ്റ്റ് സെല്ല് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, അനലൈസ് ഹൗ ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് വിൽ ഹെൽപ്പ് ഇൻ ദ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് ഓഫ് റീകോമിനൻറ്റ് DNA ടെക്നോളജി, CRISPR എഡിറ്റിംഗ് ടെക്നോളജി ആൻഡ് AI ഇൻ ബയോളജി. അപ്പോൾ ഇതൊക്കെ പുതിയ പുതിയ ടെക്നോളജീസാണ്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ ഡാറ്റ ഇതിനെ എങ്ങനെ ഫ്യൂച്ചറിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ലെറ്റ് സീ. സോ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ഇതിനെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാം? ഐഡൻറ്റിഫൈ ഡിസീസ് കോസിങ് ജീൻസ്. ആദ്യം നമ്മുടെ ജീൻസിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടെങ്കിലാണ് ഏത് ജീനാണ് ഡിസീസ് ഉണ്ടാകാൻ കാരണമായിട്ടുള്ളതെന്ന് മനസ്സിലാവുള്ളൂ. ക്രിയേറ്റിംഗ് ന്യൂ മെഡിസിൻസ് വിത്ത് റീകോമിനൻറ്റ് DNA ടെക്നോളജി. ന്യൂ മെഡിസിൻസ് ഉണ്ടാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. എഡിറ്റിംഗ് ജീൻസ് പ്രിസൈസ്ലി വിത്ത് CRISPR. കൃത്യമായിട്ട് നമ്മുടെ ജീനിൻ്റെ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ അതിനനുസരിച്ച് എഡിറ്റിങ്ങും കൂടുതൽ പ്രിസൈസ് ആവും. യൂസിങ് AI ടു അനലൈസ് ജീനോം ഡാറ്റ ഫാസ്റ്റർ. ഇനി AI ഉപയോഗിച്ചിട്ട് കൂടുതൽ ഡാറ്റ പെട്ടെന്ന് നമുക്ക് പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ ഇൻഫർമേഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദിസ് ലീഡ്സ് ടു പ്രോഗ്രസ് ഇൻ മെഡിസിൻ ആൻഡ് സയൻസ്. ഓക്കെ, അപ്പോൾ അതാണ് ഹ്യൂമൻ ജീനോം പ്രോജക്ട്സിൽ നമ്മുടെ ഫ്യൂച്ചറിൽ ഈ പുതിയ ടെക്നോളജിയിൽ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്നത്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ക്യാൻ ദ യൂസ് ഓഫ് ജീനോം ഡാറ്റ ബി ഹെൽപ്ഫുൾ ഇൻ പ്രിസ്ക്രൈബിംഗ് ഡ്രഗ്സ് ദാറ്റ് ആർ അപ്രോപ്രിയേറ്റ് ഫോർ എ പേഷ്യൻറ്റ്? അതായത് ഓരോ ഇൻഡിവിജ്വലിനും ചേരുന്ന മെഡിസിൻസ് എങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യാം ജീനോം ഡാറ്റ വെച്ചിട്ട് എന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, എ പേഴ്സൺസ് ജീനോം ഡാറ്റ ക്യാൻ ഹെൽപ്പ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് പേഴ്സണലൈസ്ഡ് മെഡിസിൻ. ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അയാൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള തരത്തിലുള്ള മെഡിസിൻ അയാൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ അവരുടെ ആ പേഴ്സൻ്റെ ജീനോം ഡാറ്റ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി
എഫിഷ്യൻ്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റും. ബൈ അനലൈസിങ് ജീനോം ഇൻഫോ വി ക്യാൻ പ്രെഡിക്റ്റ് ഇഫ് എ മെഡിസിൻ വിൽ ബി എഫക്റ്റീവ് ആൻഡ് ഐഡൻറ്റിഫൈ പൊട്ടൻഷ്യൽ സൈഡ് എഫക്ട്സ്. അത് ആ മെഡിസിൻ കൊടുത്താൽ അത് എഫക്റ്റീവ് ആവുമോ, എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ദിസ് ഹെൽപ്സ് ഡോക്ടേഴ്സ് അഡ്ജസ്റ്റ് മെഡിസിൻ ഡോസേജസ് ആൻഡ് പ്രൊവൈഡ് മോർ എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്. സോ ഓരോരുത്തർക്കും എഫക്റ്റീവായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ഇതുകൊണ്ട് സാധിക്കും. Then sixth question, analyze the fundamental similarities and differences between recombinant DNA technology and gene therapy. ജീൻ തെറാപ്പിയും റിക്കോംബിനൻ്റ് DNA ടെക്നോളജിയും തമ്മിലുള്ള ഡിഫറൻസസും സിമിലാരിറ്റീസും കണ്ടുപിടിക്കുക. എന്തൊക്കെയാണത്? സിമിലാരിറ്റീസ് ബോത്ത് ടെക്നോളജീസ് ആർ റിലേറ്റഡ് ടു മേക്കിംഗ് ചേഞ്ചസ് ഇൻ ജീൻസ്. രണ്ടും ജീൻസിൽ ചേഞ്ച് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ബോത്ത് യൂസ് വെക്ടേഴ്സ് ടു ഡെലിവർ DNA ടു ടാർഗറ്റ് സെൽസ്. രണ്ടിലും വെക്ടേഴ്സിനെ ഉപയോഗിച്ചിട്ടാണ് DNA ടാർഗറ്റ് സെല്ലിലേക്ക് കൊടുക്കുന്നത്. പിന്നെ ഡിഫറൻസസോ, recombinant DNA technology is a broad technology. It is used to combine DNA fragments from different organisms to create new organisms, alter traits or produce proteins like insulin. അപ്പോൾ recombinant DNA technology എന്ന് വെച്ചാൽ ഒരു വലിയ ഇതാണ്. അതിലെന്തൊക്കെയാണ്? ഡിഫറെൻറ്റ് ഓർഗാനിസംസിൽ നിന്നുള്ള DNA എടുത്തിട്ട് പുതിയൊരു ഓർഗാനിസം ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതിൽ ഓൾറെഡി ഉള്ള ക്യാരക്ടർ മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ പുതിയ പ്രോട്ടീൻസ്, ഇൻസുലിനൊക്കെ പോലെയുള്ള പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ recombinant DNA ടെക്നോളജി എന്ന് പറയും. പിന്നെ ജീൻ തെറാപ്പി എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. അതായത് ഒരു പേഷ്യൻറ്റിൻ്റെ ശരീരത്തിലുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ജീനിനെ മാറ്റിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ജീനിനെ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ജനറ്റിക് ഡിസീസുകൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ജീൻ തെറാപ്പിയുടെ ഉദ്ദേശം. റിക്കോംബിനൻ്റ് DNA ടെക്നോളജി എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി വലിയൊരു പരിപാടിയാണ്. അതിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ബേസിക്കലി രണ്ടിലും നടക്കുന്ന കാര്യങ്ങളൊന്നാണ്, ബട്ട് പർപ്പസ് വേറെയാണ്. ഇനി 7th ക്വസ്റ്റ്യൻ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതിൽ നെയിം ദ ടെക്നോളജി ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഇലുസ്ട്രേഷൻ. ഇതിൽ കാണിക്കുന്ന ഇലുസ്ട്രേഷനിൽ കൊടുത്തിരിക്കുന്ന ടെക്നോളജി എന്താണ്? ക്രിസ്പർ ജീൻ എഡിറ്റിംഗ് ടെക്നോളജിയാണ് അല്ലേ? ആ ഫിഗർ ഓൾറെഡി ടെക്സ്റ്റിലുള്ളതാണ്, അത് ഐഡൻറ്റിഫൈ ചെയ്യാം. ഐഡൻറ്റിഫൈ ആൻഡ് നെയിം എ ആൻഡ് ബി. എ എന്താണ്? എ ഗൈഡ് RNA ആണ്, ആൻഡ് ബി കാസ്നൈൻ എൻസൈമാണ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദെൻ വാട്ട് ഈസ് ദ റോൾ ഓഫ് എ ആൻഡ് ബി? അതിൻ്റെ ആൻസർ എന്താ വരാൻ നോക്കാം. സോ അത് നോക്കുകയാണെങ്കിൽ ഗൈഡ് RNA എന്താ ചെയ്യുന്നത്? ലൊക്കേറ്റ് ദ സ്പെസിഫിക് DNA സീക്വൻസ് ടു ബി എഡിറ്റഡ്. ആൻഡ് അതുപോലെ എന്ത് ചെയ്യുന്നു? കാസ്നൈൻ എൻസൈമിനെ അതിൻ്റെ ടാർഗറ്റ് സ്പേസിലേക്ക്, ലൊക്കേഷനിലേക്ക് ഗൈഡ് ചെയ്യുന്നു. എഡിറ്റ് ചെയ്യേണ്ട ഭാഗം കണ്ടുപിടിച്ചിട്ട് കാസ്നൈൻ എൻസൈമിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇനി കാസ്നൈൻ എൻസൈം എന്താ ചെയ്യുക? കട്ട്സ് ദ DNA അറ്റ് ദ ടാർഗറ്റ് ലൊക്കേഷൻ ഐഡൻറ്റിഫൈഡ് ബൈ ദ ഗൈഡ് RNA. ഗൈഡ് RNA ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുന്ന പൊസിഷനിൽ കട്ട് ചെയ്യുന്നു. സോ അതാണ് അതിൻ്റെ ഫങ്ഷൻസ് വരുന്നത്. അടുത്തത് 8th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇമാജിൻ ദാറ്റ് യു ഹാവ് റിസീവ്ഡ് എ DNA ഫിംഗർ പ്രിൻറ്റ് റിപ്പോർട്ട് ഇൻ എ ഫോറൻസിക് കേസ്. Explain how the perpetrator can be identified by analyzing the patterns in this report. How can this technology be used to identify the unidentified dead bodies found in the natural disasters? അപ്പോൾ ഒരു കേസിൽ ഇതുപോലെ DNA ഫിംഗർ പ്രിൻറ്റ് കിട്ടുകയാണെങ്കിൽ കൾപ്രിറ്റിനെ എങ്ങനെ തിരിച്ചറിയാതെ വെച്ചിട്ട്, അതേപോലെ തന്നെ എന്തെങ്കിലും ഡെഡ് ബോഡീസൊക്കെ കിട്ടുന്ന സമയത്ത് അതിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. സോ നോക്കാം. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷൻ. ആദ്യം എന്ത് ചെയ്യുന്നു? ആ സ്ഥലം പരിശോധിച്ചിട്ട് DNA സാമ്പിൾസ് എന്ത് ചെയ്യണം? എടുക്കണം. എന്നിട്ട് അത് വെച്ചിട്ട് സംശയമുള്ള ആൾക്കാരുടെ DNA സാമ്പിളുമായിട്ട് എന്ത് ചെയ്യണം? കമ്പയർ ചെയ്ത് നോക്കണം. മാച്ചിങ് പാറ്റേൺ ഉള്ളവരെ വെച്ചിട്ട് നമുക്ക് കൾപ്രിറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അൺഐഡൻറ്റിഫൈഡ് ബോഡീനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കിട്ടുന്ന അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള, അതായത് തിരിച്ചറിയാൻ പറ്റാത്ത ബോഡീസിൻ്റെ DNA സാമ്പിൾ എടുത്തിട്ട് ഇതുപോലെ കാണാതായ ആൾക്കാരുടെ റിലേറ്റീവ്സോ പാരൻസോ സിബ്ലിങ്സോ ഒക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ നിന്ന് DNA കളക്ട് ചെയ്തിട്ട് എന്നിട്ട് അത് വെച്ചിട്ട് കമ്പയർ ചെയ്യുക. അതേപോലെ തന്നെ അപ്പോൾ അതിൽ നമുക്ക് നമ്മൾ മറ്റേ ഫിഗറിൽ കണ്ടിട്ടുണ്ട്, ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് പോലെ അതേപോലെ മാച്ചിങ് ആയിട്ടുള്ള പാറ്റേൺസ് വരുന്നത് കാണുമ്പോൾ നമുക്കത് അവർ റിലേറ്റീവ്സ് ആണ് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവാണ് മരിച്ചു ആ ബോഡി എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റും. 9th ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഡസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹെൽപ്പ് ഡാറ്റ അനാലിസിസ് ആൻഡ് ഡിസ്കവറീസ് ഇൻ ബയോളജിക്കൽ റിസർച്ച്? ഇനി ഈ ബയോളജിക്കൽ റിസർച്ചിൽ AI-നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. AI എന്തൊക്കെ ചെയ്യുന്നു? AI greatly aids biological research. It can quickly analyze large amount of genetic information,
and other data. This helps discover new drugs, protein structures and disease. AI helps reduce study time and provides more accuracy to research. അപ്പോൾ ഈ ജനറ്റിക് ഡാറ്റ എന്നൊക്കെ പറഞ്ഞാൽ ഡാറ്റ ഒരുപാടുണ്ടാവും. അപ്പോൾ അതൊക്കെ മാനുവലായിട്ട് പരിശോധിച്ച് അതിൻ്റെ കൺക്ലൂഷൻ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കൂടുതൽ വർക്കുള്ള കാര്യമാണ്. അപ്പോൾ AI ആകുമ്പോൾ ഒരുപാട് ഡാറ്റ അറ്റ് എ ടൈം അത് അനലൈസ് ചെയ്ത് അതൊന്ന് പെട്ടെന്ന് കൺക്ലൂഷൻ എത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റഡിക്ക് ആവശ്യമായിട്ടുള്ള ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് AI ഹെൽപ്പ് ചെയ്യും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഫോളോയിങ് കൺസെപ്റ്റ് ടു present in a seminar on the possibilities of technologies for environmental conservation. എൻവയോൺമെൻറ്റൽ കൺസർവേഷന് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഏതൊക്കെ ഏരിയയിൽ നമുക്ക് എങ്ങനെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാം, ഡാറ്റ കളക്ഷന്, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന്, അതുപോലെ പൊല്യൂഷൻ കൺട്രോളിന്. ഈ 3 ടോപ്പിക്കിൽ നമുക്ക് എങ്ങനെ ടെക്നോളജി യൂസ് ചെയ്യാം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡാറ്റ കളക്ഷൻ എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഭാഗം വൈൽഡ് ലൈഫ് ട്രാക്കിങ്ങിന്, അതേപോലെയുള്ള കാര്യങ്ങൾക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ വൈൽഡ് ലൈഫ് മൂവ്മെൻറ്റ്, നമ്മുടെ മൃഗങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു ട്രാവലിംഗ് പാറ്റേൺസ് അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ഡ്രോൺസും സാറ്റലൈറ്റ്സും ഒക്കെ ഡാറ്റ കണ്ടുപിടിക്കാം. അതായത് നമുക്ക് നേരിട്ട് ചെന്നെത്താൻ പറ്റാത്ത സ്ഥലങ്ങളിലെ ഡാറ്റയൊക്കെ ഇതുപോലെ ഡ്രോൺസും സാറ്റലൈറ്റ്സൊക്കെ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. അതുപോലെ AI ആണെങ്കിലും പെട്ടെന്ന് ഡാറ്റ അനലൈസ് ചെയ്യാൻ പറ്റും. ഇനി ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനിലാണെങ്കിൽ ജീൻ പൂൾസ് ഓഫ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ക്യാൻ ബി പ്രിസർവ്ഡ് ത്രൂ ക്രയോപ്രിസർവേഷൻ. ട്രാക്കിംഗ് വൈൽഡ് ലൈഫ് മൂവ്മെൻറ്റ്, ബിഹേവിയർ, ഹാബിറ്റാറ്റ്സ് ഹെൽപ്സ് പ്ലാൻ കൺസർവേഷൻ സ്ട്രാറ്റജീസ്. അപ്പോൾ എൻഡേഞ്ചേർഡ് ആയ സ്പീഷീസിൻ്റെ ജെനറ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, ജീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ക്രയോപ്രിസർവേഷൻ വെച്ചിട്ട് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. പിന്നെ അതേപോലെ ഇതുപോലെ ആനിമൽസിൻ്റെ അവരെങ്ങനെയാണ് സ്ഥലത്താണ് ജീവിക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ അവർക്ക് ബെറ്റർ ആയിട്ടുള്ള കൺസർവേഷൻ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ പൊല്യൂഷൻ കൺട്രോൾ നമ്മൾ പറഞ്ഞതാണ്. ബയോ റെമഡിയേഷൻ, മൈക്രോ ഓർഗാനിസംസിനെ യൂസ് ചെയ്തിട്ട് പൊല്യൂട്ടൻസിനെ കില്ല് ചെയ്യുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്ന, തിന്ന് നശിപ്പിക്കുന്ന അങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസിനെയൊക്കെ കണ്ടുപിടിച്ചിട്ട് അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, സോയിലിൽ നിന്നോ വാട്ടറിൽ നിന്നോ എയറിൽ നിന്നൊക്കെ ഉള്ള പൊല്യൂട്ടൻസിനെ ഒഴിവാക്കാം. അതേപോലെ റിന്യൂവബിൾ എനർജി, സോളാർ എനർജി, വിൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്, അതായത് പെട്രോളിയം ഫ്യൂവൽസൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഇതുപോലെ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി ഉപയോഗിക്കുമ്പോൾ നമുക്ക് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ന്യൂ ടെക്നോളജി ഉപയോഗിച്ചിട്ട് വാട്ടർ, സോയിൽ അതൊക്കെ പ്യൂരിഫൈ ചെയ്യാനും അതുപോലെ റീസൈക്ലിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന പോയിന്റുകളാണ്. സോ ഇതൊക്കെ ക്വസ്റ്റ്യൻസൊക്കെയാണ് നമുക്ക് ലേറ്റസ്റ്റ് എസ്എസ്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. അതേപോലെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 10th ബേസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോസും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും 10th ബയോളജി എക്സാമിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.